വേട്ടയ്ക്കൊരു മകൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? അതാണ് ഞാൻ പറയാൻ പറഞ്ഞോട്. മഹാഭാരതത്തിൽ ഇവർ വനവാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പാണ്ഡവന്മാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വനവാസകാലം കഴിയാറായി. ശിവൻ്റെ അടുത്ത് നിന്ന് ഇതൊരു ദിവ്യാസ്ത്രം അർജുനന് ലഭിക്കാൻ വേണ്ടി ഇന്ദ്രൻ്റെ അപേക്ഷപ്രകാരം, നിർദ്ദേശപ്രകാരം തപസ്സിന് പോവുകയാണ് അർജുനൻ കാട്ടിൽ. ശിവനെ തപസ് ചെയ്തുകൊണ്ട് അർജുനൻ ഇരിക്കുകയാണ്. ഈ വിവരം ദുര്യോധനൻ അറിഞ്ഞു. ദുര്യോധനും കൗരവര് ഈ പാശുപതാസ്ത്രം കിട്ടിയാൽ അത് ദോഷമാണ് കൗരവർക്ക്. അതുകൊണ്ട് അർജുനൻ്റെ തപസ് മുടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു അസുരനെ നിയോഗിച്ചു. മൂകാസുരൻ എന്ന പേര്. ഈ അസുരന് ഇഷ്ടംപോലെ വേഷം മാറാം. അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടിയടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് പരമശിവനും പാർവതിയും കാട്ടാള രൂപത്തിൽ അവിടെ എത്തുന്നത്. അവർ വരുന്നതിൻ്റെ ഉദ്ദേശം അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂകാസുരൻ പന്നിയുടെ രൂപത്തിലും ഭഗവാൻ കാട്ടാള രൂപത്തിലും ഒരേ സമയത്ത് അർജുനന് മുമ്പിലെത്തി. പന്നി ഓടി വരുന്നത് കണ്ട് ശബ്ദം കേട്ട് അർജുനൻ ഉണർന്നു. ഓടി വരുന്ന പന്നീനെ തൻ്റെ അസ്ത്രം ഉപയോഗിച്ച് അമ്പ് ചെയ്തു. അതേ സമയത്ത് തന്നെ ശിവൻ തൻ്റെ അസ്ത്രവും അയച്ചു പന്നിയുടെ ദേഹത്തേക്ക്. രണ്ട് അസ്ത്രങ്ങളും ഒരേ സമയത്ത് കാട്ടുപന്നിയുടെ ദേഹത്തിൽ കൊണ്ടു മൂകാസുരൻ ചത്തു. അപ്പോൾ ആരാണ് ആദ്യം അയച്ചത് അസ്ത്രം, ആരുടെ അസ്ത്രം കൊണ്ടാണ് പന്നി ചത്തത് എന്നുള്ളത് കാട്ടാളനും അർജുനനും തമ്മിൽ തർക്കമായി. അർജുനൻ പറഞ്ഞു എൻ്റെ അസ്ത്രമാണ് കൊന്നത്. കാട്ടാളൻ പരമശിവൻ പറഞ്ഞു അല്ല, ഞാനാ കൊന്നത്. ഇവർ തമ്മിൽ തർക്കമായി. അവസാനം അവർ യുദ്ധത്തിൽ എത്തി. അമ്പ് ചെയ്തിട്ട് അങ്ങനെ കുറെ നേരം യുദ്ധം ചെയ്തു. അർജുനൻ ജയിക്കുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അർജുനൻ കണ്ടു താൻ അയച്ച അസ്ത്രങ്ങളെല്ലാം ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ, കാട്ടാളൻ്റെ അടുത്തെത്തുമ്പോൾ പുഷ്പങ്ങളായിട്ട് കാൽക്കൽ വീണു. കാട്ടാളുടെ കാൽക്കലേക്കാണ് വീണത്, അത് പൂക്കളായിട്ട്. അപ്പോൾ അർജുനന് മനസ്സിലായി ഇത് കാട്ടാളനല്ല, ഭഗവാൻ തന്നെയാണ്. ഉടനെ ചെന്ന് നമസ്കരിച്ച് മാപ്പ് ചോദിച്ചിട്ട് ഭഗവാനോട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവതിയുണ്ട്, പാർവതിയും. അങ്ങനെയാണ് ഈ കഥയുടെ അവസാനത്തിൽ പാശുപതാസ്ത്രം അർജുനന് നൽകുന്നത്. ഈ പാശുപതാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അർജുനൻ ആരെയാ കൊന്നത് എന്നുള്ളതിന് ഓർമ്മ, കർണനെയല്ല, ഓർമ്മയില്ല, യുദ്ധത്തിൽ ഉപയോഗിക്കുക പെട്ടെന്ന് ഓർമ്മയില്ല. ആ കാട്ടാളനെയും കാട്ടാളത്തിയുടെയും വേഷത്തിൽ നടന്ന പരമശിവനും പാർവതിക്കും കാട്ടാള രൂപത്തിൽ ഉണ്ടായ പുത്രനാണ് വേട്ടയ്ക്ക് ഒരു മകൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വേട്ട ചെയ്യുമ്പോൾ ഉണ്ടായ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ വേട്ടയ്ക്കൊരു മകൻ. അത് ലോപിച്ചിട്ടാണ് വേട്ടയ്ക്കരനായത്. പറഞ്ഞത് വേട്ടയ്ക്കരനായി. വേട്ടയ്ക്കരൻ്റെ വേഷം കാട്ടാള വേഷമാണ്, അമ്പും വില്ലും ഉണ്ട്. ഇതാണ് ആ വേട്ടയ്ക്കരൻ്റെ കഥ അവസാനം.